നമ്മളെ ഭസ്മം തൊടുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ട് എത്ര ആൾക്കാർക്ക് അറിയാം? നമുക്കിനി വരുന്ന ദിവസം ശിവരാത്രിയൊക്കെ ആണല്ലോ. എല്ലാവരും ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭസ്മധാരണ വിധി അതിനെക്കുറിച്ചിട്ട് ആരും പറഞ്ഞു കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഭസ്മം തൊടലുണ്ട്. എല്ലാവരും എങ്ങനെയാണ് തൊടുക? കയ്യിൽ കുറച്ചെടുത്തിട്ട് ഒരു വര കണ്ണാടിയിൽ നോക്കിയിട്ട് ഭംഗിയായിട്ട് ഭസ്മം തൊടും. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഭസ്മം തൊടേണ്ട വിധം? നമ്മൾ ഈ ചെയ്യുന്ന ഭസ്മം തൊടുന്ന ഈ ഒരു വിധം ശരിയാണോ? അതുകൊണ്ട് വല്ല ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്ക് ഭസ്മം നമ്മൾ രാവിലെ തൊടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് ഭസ്മം എടുത്തിട്ട് അത് കയ്യിലിട്ടിട്ട് വെള്ളം നനച്ചിട്ട് 3 വരയായിട്ട് വേണം നെറ്റിയിൽ തൊടാൻ. അതായത് നെറ്റി മുഴുവൻ ആ 3 വര നിറഞ്ഞു നിൽക്കണം. അങ്ങനെയാണ് ശരിക്ക് ഭസ്മം രാവിലെ കുളിച്ച ഉടനെ ചെയ്യേണ്ടത്. ഭസ്മം തൊടുക എന്ന് പറഞ്ഞാൽ ശരിക്ക് ശിവഭഗവാന് നമ്മൾ ആ ഒരു എങ്ങനെയാണ് ശിവഭഗവാന് നമ്മൾ ആദരവ് നൽകുന്നത്, അതുപോലെ തന്നെയാണ് ഈ ഭസ്മം നനച്ച് തൊടുക അല്ലെങ്കിൽ 3 വരയിൽ ഭസ്മം തൊടുന്ന ഒരാൾക്ക് ആ ആദരവ് നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ ഈ 3 വരയോട് കൂടിയിട്ട് ഈ ഭസ്മം തൊടുന്ന ആള് ശിവഭഗവാന്റെ തുല്യനാണ് എന്നാണ് പറയുന്നത്, ഭസ്മ മഹാത്മ്യത്തിൽ പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ പഞ്ചാക്ഷരി ചെയ്യില്ലെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ശരിക്ക് എങ്ങനെയാണ് നമ്മൾ നമഃശിവായ ചെല്ലേണ്ടത്? ഭസ്മം തൊട്ടതിന് ശേഷം, അതായത് 3 വരയായിട്ട് ഭസ്മം തൊട്ടതിന് ശേഷം മാത്രമേ ശരിക്ക് നമഃശിവായ ചെല്ലാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ശാസ്ത്രങ്ങൾ പറയുന്നത്. നമ്മൾ ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പാപങ്ങളെല്ലാം ഇല്ലാതാവും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ശിവനും പാർവതിയും ഗണപതിയും അതുപോലെ മുരുകനും അങ്ങനെയുള്ള എല്ലാ ഭഗവാന്മാരും ഈ രാവിലെ ഭസ്മം നനച്ചിട്ട് 3 വരിയായിട്ട് നെറ്റിയിൽ തൊടുന്നുണ്ട് അത്രേ. അതുപോലെ വൈകുന്നേരം നമ്മൾ ഭസ്മം തൊടുമ്പോൾ നനയ്ക്കാതെ ഇതുപോലെ തന്നെ കയ്യിൻ്റെ ആ ഒരു 3 വിരലിൽ ഇങ്ങനെ 3 വിരൽ ഭസ്മം നെറ്റിയിൽ തൊടണം. എന്നിട്ട് വേണത്രേ നമ്മൾ ആ ഒരു നമഃശിവായ ചെല്ലാൻ. ഈ ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ എത്ര പാപം ചെയ്ത ആൾക്കാരുടെയും പാപം സ്ഥിരമായിട്ട് നമ്മൾ ഈ ഭസ്മം ഈ പ്രകാരം നമഃശിവായ ജപിച്ചിട്ട് വേണം ഭസ്മം തൊടാൻ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് പാപം ഒക്കെ ഇല്ലാതെ ആവും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ശിവഭഗവാന്റെ ആ ഒരു പാദത്തിൽ ചേരാൻ